വർഷത്തിന് ശേഷം മുന്നാണ്ടിക്ക് ശേഷം കേരളത്തിന് മറ്റൊരു മുഖ്യമന്ത്രി. അത് വളരെ സന്തോഷമുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നി. ഒപ്പം കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മറന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ആ വേദിയിൽ ചെന്നപ്പോൾ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പേരിൽ മുദ്രാവാക്യം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്നേഹം എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്നും കേരളത്തിലെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കും. അപ്പം ഏതൊരു സ്ഥാനത്തെക്കാട്ടി വലിയ സ്ഥാനം, ഏതൊരു പദവിയെക്കാട്ടിലും, കേരളത്തിലുള്ള ഏതൊരു പദവിയെക്കാട്ടിലും വലിയ സ്ഥാനം ജനമനസ്സിലുണ്ട് എന്ന് ഇന്നെനിക്ക് ബോധ്യപ്പെട്ടു. എനിക്കൊന്ന് പ്രത്യേകിച്ച് ബോധ്യപ്പെട്ട കാര്യമില്ല, പക്ഷേ ഇന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും, കേരളത്തിലെ മുക്കിലും മൂലയിലും എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങൾക്കൊപ്പം, പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ യാത്രയിൽ വന്നു ചേർന്നവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ തീരുമാനമുണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം കേരളം ഒട്ടൊക്കെ വ്യാപിപ്പിക്കുവാൻ, കേരളത്തിലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുതുപ്പള്ളി മാത്രമായിരുന്നു എനിക്ക് ഈ ഭയങ്കര റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇനി മുതൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ ഒരു പ്രവർത്തനം വ്യാപിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമില്ല. എനിക്ക് ഏതെങ്കിലും ഒരു പദവി ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ തരത്തിലോ എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങനെ കരുതുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ സാധാരണക്കാർ എൻ്റെ പിതാവിനോടൊപ്പം ഇന്നും നിൽക്കുകയാണ്. എനിക്ക് ആ കാഴ്ച എന്ന് കാണുവാൻ സാധിച്ചു. അവരോടൊപ്പം ഞാനും നിൽക്കും എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അധികം കയ്യടി കിട്ടിയത്. കാരണം സ്ക്രീനിൽ കണ്ടി കണ്ടപ്പോൾ വലിയ കയ്യടിയായിരുന്നു. അപ്പോൾ സംസ്ഥാനത്ത് പറഞ്ഞൊരു ജനസമ്പർക്കം അതുപോലെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞെന്താ അറിയും, ഇതിനകത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഞാനൊരു പരിപാടിക്ക് പോയി. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എന്തിനാ സാറേ മന്ത്രി പദവി? എൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് അത് എന്നോട് പറയുകയാണ്, എന്തിനാ സാറേ മന്ത്രി പദവി? ജനമനസ്സിൽ ഉള്ള സ്ഥാനം കണ്ടില്ലേ? അപ്പം ഞാനും ഓർത്തു, എനിക്ക് എന്തിനാ ഒരു പദവി എക്സ്ട്രാ? അന്ന് ഞാൻ ഓർത്തൊരു കാര്യമാണ്, ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഐ ആം സെൽഫ് കോൺഫിഡൻറ്റ്. എനിക്ക് ജനമനസ്സിലാണ് സ്ഥാനം വേണ്ടത്. ജനങ്ങൾ വെറുത്താൽ ഏത് സ്ഥാനം ഉണ്ടായിട്ട് എന്താ കാര്യം? ജനങ്ങൾ സ്നേഹിച്ചാൽ ഒരു സ്ഥാനമില്ലേലും പ്രശ്നമില്ല എന്നുള്ളത് എനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. എൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ എനിക്കറിയായിരുന്നു. ഇനി അങ്ങോട്ട് എനിക്ക് ഉറപ്പാണ്, അങ്ങനെ തന്നെയായിരിക്കും. ജനങ്ങളോടൊപ്പമായിരിക്കും എൻ്റെ പ്രവർത്തനം. ഞാൻ കഴിഞ്ഞ നാളുകളും അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെ തുടരും. കാരണം ഓരോ കുടുംബത്തിലെയും അംഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കതാണ് അഭിമാനം, എനിക്കതാണ് സന്തോഷം, എനിക്കതാണ് ഏറ്റവും ആഗ്രഹം. കേരളത്തിൻ്റെ മകനായി എനിക്ക് മാറാൻ സാധിച്ചു. അത് ആ കാഴ്ചയാണ് ഇന്നും കണ്ടത്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ ആ സ്നേഹം തിരിച്ച് പരീക്ഷ സഹിതം വീട്ടും, എൻ്റെ ജീവിതം കൊണ്ട് വീട്ടും എന്ന് മാത്രമേ. കേരളം ഒട്ടുക്കാണ് എൻ്റെ പ്രവർത്തനമാണ്. പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയുന്നത് മനസ്സിലാകുന്നത്, പക്ഷെ അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ? ഏത് ജീവിയാണ് നിങ്ങളെ പ്രതീക്ഷിച്ചത്? എനിക്കതറിയായിരുന്നു. അവര് പ്രതീക്ഷിച്ചിരുന്നുള്ളത് നിങ്ങൾ കൊടുത്ത പ്രതീക്ഷയാണ്. എനിക്കതറിയാമായിരുന്നു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാ? മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഒരക്ഷരം പറയാത്തതിപ്പം ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ തുടക്കം തൊട്ട് ഒരു സ്വപ്നലോകത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ. സ്വപ്നലോകത്തിലെ ബാലഭാസ്കരന്മാരായി അതിന് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പേര് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ പേര് ചർച്ച ചെയ്യണം, ലിസ്റ്റിലുണ്ടാവണം. അങ്ങനെ പേര് ചർച്ചയിലും ഇല്ല, ലിസ്റ്റിലും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് സോഴ്സുകൾ, ആ സോഴ്സുകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ സോഴ്സ് എന്താണെന്ന് നിങ്ങളെ വെളിപ്പെടുത്തണം. കുറെ നാള് എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു, വെളിപ്പെടുത്തലുകളുടെ കാലമായിരുന്നു. ഇനി നിങ്ങൾ വെളിപ്പെടുത്തണം, ഇത് ഏതായി സോഴ്സ്, ആരാണ് പറഞ്ഞത്? കാരണം നിങ്ങളെ കബളിപ്പിച്ചിരിക്കുക, നിങ്ങളെ വേറെ ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുക. അപ്പൊ അവരെയും കൂടെ ഒന്ന് പുറത്ത് കാണിച്ച് അത് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്കറിയാം, രാഹുൽജി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടികളിൽ ഒന്ന് എൻ്റെ പിതാവിൻ്റെ പേരിൽ അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ട് ചെയ്തിരിക്കുകയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ്. ഒപ്പം ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഫ്ലെക്സ് വെച്ചിരുന്നത് നമ്മൾ കണ്ടു. ഇപ്പം പ്രിയപ്പെട്ട KC വേണുഗോപാലാണെങ്കിലും
ശ്രീ വി ഡി സതീശനാണെങ്കിലും ഒക്കെ വന്ന് അത് തന്നെയാണ് പുതുപ്പള്ളി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സ്ട്രെസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയൊരു മാൻഡേറ്റും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനത് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ പല മണ്ഡലങ്ങളും നിങ്ങൾക്കറിയാം, എത്രയോ സ്ഥാനാർത്ഥികൾ ആ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങ് വടക്ക് തൊട്ട് ഈ തിരുവനന്തപുരം വരെ രാത്രി 4 മണിക്ക് വന്നവരുണ്ട്, എന്താ പറയുക, വൈകിട്ട് വന്നവരുണ്ട്, ഉച്ചയ്ക്ക് വന്നവരുണ്ട്, അങ്ങനെ പല സമയത്ത് വന്ന് കേൾപ്പം ഞാൻ അറിയാതെ തന്നെ വന്ന് പോയവരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന ഒരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ അന്തിമ വിശ്രമ സ്ഥലം. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വോട്ടെടുപ്പ് ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം, അത് എൻ്റെ പിതാവിന് നീതി കൊടുക്കണം എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾ കൊടുത്ത പ്രതീക്ഷ ചിലരെയൊക്കെ ഒന്ന് വിഷമിപ്പിച്ചു. എൻ്റെ മണ്ഡലത്തിൽ നിന്നവരുണ്ട്, ഇവരൊക്കെ ചിലരുന്ന അങ്ങ് പോകാൻ പോയി, കയറുന്നില്ല എന്ന് പറഞ്ഞ് പോകാൻ പോയതുകൊണ്ടാണ് ഞാൻ നടന്നു പോയത്. കാരണം ഞാനത് അപ്പം പറഞ്ഞില്ല എന്നുള്ളൂ. ഇപ്പം അവരെയും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ഒരു ശരിയല്ലല്ലോ. അപ്പം അവരെയും കൂട്ടിക്കൊണ്ടുപോയി ഒരുമിച്ചാണ് അതിൽ പങ്കെടുത്തത്. അതിൽ ജനങ്ങൾ നൽകിയ ഒരു സ്നേഹവും കരുതലും പ്രത്യേകം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. അത് ഒരിക്കലും മറക്കത്തില്ല എന്ന് അവസരത്തിൽ പറയും.